നിയമപരമായ മുന്നറിയിപ്പ്. റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ മറ്റുള്ള വാഹനങ്ങൾക്ക് നേരെ അപകടകരമായ രീതിയിൽ വണ്ടി ഓടിക്കുന്നതും സ്ത്രീകൾക്കെതിരെ അശ്ലീല ചുവയോടെ സംസാരിക്കുന്നതും ചേഷ്ടകൾ കാണിക്കുന്നതും കുറ്റകരമാണ്. ഏത് മേയറായാലും MLA ആയാലും അധികാര ദുർവിനിയോഗം നടത്തിയാൽ അതും തെറ്റാണ്. അപ്പൊ ശരി, ആരംഭിക്കലാമാ. തിരുവനന്തപുരം മേയർ ആകെ കലിപ്പിലാണ്. മേയറും കുടുംബവും സഞ്ചരിച്ചുകൊണ്ടിരിക്കലെ കാറിലേക്ക് ഇടിച്ചു കയറ്റുന്ന രീതിയിൽ ഒരു KSRTC ഡ്രൈവർ ബസ് ഓടിച്ചിരിക്കുന്നു. ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ചു. ഇതാണ് പരാതി. വരൂ, എന്താണ് നടന്നതെന്ന് നമുക്ക് മേയറോട് തന്നെ ചോദിക്കാം. അപ്പം ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ ബ്രദറിൻ്റെ വൈഫും ഒരേ സമയം പുറകിലെ ഗ്ലാസ്സിലേക്ക്, വണ്ടി തട്ടാൻ വന്നതുകൊണ്ട് തന്നെ വണ്ടി കുറച്ച് മുന്നിലേക്ക് ആക്കിയപ്പോൾ തന്നെ ഞങ്ങൾ പുറകിലെ ഗ്ലാസ്സിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ, KSRTCയുടെ ഡ്രൈവർ, അദ്ദേഹം അതേ സമയത്ത് വളരെ അസഭ്യമായ രീതിയിൽ ലൈംഗിക ചൊവ്വയോടുകൂടി ഒരു ആക്ഷൻ ഞങ്ങളെ കാണിക്കുകയാണ് ചെയ്തത്. സ്ത്രീകൾക്കെതിരെ ലൈംഗിക ചുവയോടെ സംസാരിച്ചാലോ ആക്ഷൻ കാണിച്ചാലോ അത് തെറ്റ് തന്നെയാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാരായാലും ശിക്ഷ അനുഭവിക്കണം. അങ്ങനെ KSRTC ഡ്രൈവറോട് സംസാരിക്കുന്ന മേയറുടെ ദൃശ്യം പുറത്തു വന്നു. സംസാരിക്കാൻ വേണ്ടി ആദ്യം ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം വളരെ റൈസായിക്കൊണ്ട്, ആ വീഡിയോയിൽ കാണുന്നത് പോലെ വളരെ റൈസായിക്കൊണ്ട്, നിങ്ങൾ ആരാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. പല ആവർത്തി നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചത്, ഇങ്ങനെ ഒരു ലൈംഗിക ചുവയോടുകൂടി നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മറ്റു പല കാര്യങ്ങൾ പറയുകയും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ഞങ്ങൾ തന്നെ നിന്ന സൈഡിലേക്ക് അതിന്റെ കവർ വലിച്ചെറിയുകയുമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. ബസ് തടഞ്ഞ ട്രിപ്പ് മുടക്കി എന്ന് പറഞ്ഞ് KSRTC ഡ്രൈവർ യദു പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ബസിന്റെ ട്രിപ്പ് മുടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേയറുടെ വണ്ടി ബസിന്റെ കുറുകെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നല്ല അർത്ഥം. അങ്ങനെ ചെയ്തു മേയറെ? ബസ്സിന് കുറുകെ അല്ല കാർ കിടക്കുന്നത്, അത് സിഗ്നലാണ്. സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത്. പോലീസ് വന്നതിന് ശേഷമാണ് ബസ് മാറ്റിയിട്ട് ഡ്രൈവറെ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നോട്ട് ദ പോയിന്റ്. ബസിന്റെ കുറുകെ അല്ല മേയറുടെ വാഹനം ഇട്ടത്. പിന്നെന്തിനാണ് വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി KSRTC ഡ്രൈവർ ഓരോ കള്ളം പറഞ്ഞ് പരാതി കൊടുത്തത്? അശ്ലീല ചുവയോടെ ആക്ഷൻ കാണിച്ചതും പോലെ വണ്ടി കുറുകെ ഇട്ടുകൊണ്ടു എന്ന് പറഞ്ഞിട്ട് കള്ളവും പറഞ്ഞിരിക്കുന്നു. അവര് കുറുകെ ഇട്ട്, അവരല്ലേ കാറ് കൊണ്ടുവന്ന് കുറുകെ ഇട്ട്, അവരാണ് എൻ്റെ വണ്ടിയുടെ കുറുകെ കൊണ്ടുവിട്ടത്, അല്ലാതെ ഞാൻ കുറുകെ കൊണ്ടുവന്ന് കിട്ടുന്നു. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ആരാണ് വണ്ടി അപ്പൊ കുറുകെ ഇട്ട് ട്രിപ്പ് മുടക്കിയത്? കുറുകെ വന്നതല്ല, ബസ്സിന് മുന്നിൽ, അതായത് സിഗ്നൽ ഉള്ള സ്ഥലത്ത് സ്വാഭാവികമായിട്ട് ബസ് പുറകിൽ നിർത്തുകയും ഞങ്ങൾ ബസ്സിന് മുന്നിൽ എത്തുകയും ചെയ്തു. ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം വാഹനം മാറ്റിയിടുകയും അതിനുശേഷം ഡ്രൈവറോട് സംസാരിക്കുകയാണ് ചെയ്തത്. മേയർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ അപ്പീലില്ല. KSRTC ഡ്രൈവറുടെ ഭാഗത്ത് തന്നെ തെറ്റ്. സംശയം ഉണ്ടെങ്കിൽ CCTV എടുത്ത് പരിശോധിക്കുക. അപ്പൊ അറിയാലോ സത്യാവസ്ഥ. ബസ്സിന് കുറുകെ അല്ല കാർ കിടക്കുന്നത്, അത് സിഗ്നലാണ്. സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത്. പോലീസ് വന്നതിന് ശേഷമാണ് ബസ് മാറ്റിയിട്ട് ഡ്രൈവറെ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ബസ്സിന് കുറുകെ അല്ല കാർ കിടക്കുന്നത്, അത് സിഗ്നലാണ്. സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത്. പോലീസ് വന്നതിന് ശേഷമാണ് ബസ് മാറ്റിയിട്ട് ഡ്രൈവറെ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് പിന്നെ വണ്ടിക്ക് സൈഡ് കിട്ടാണ്ടിരുന്ന ദേഷ്യം വരൂലേ? അത് ചോദിക്കാൻ ചെന്നപ്പോ ശബ്ദം ഉയർത്തി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും ദേഷ്യം വരൂലേ? അതും ആരോടാ ഈ വിക്രസൊക്കെ എടുക്കണത്? ഇവിടെ മേയർക്കെതിരെ നടക്കില്ല. ഇതൊന്നും ഇവിടെ നടക്കാൻ അനുവദിച്ച് തരില്ല. മേയറുടെ പവർ എന്താണെന്ന് ബസ്സിന്റെ ഡ്രൈവർക്ക് കാണിച്ചു തരാട്ടാ. അതൊക്കെ അവർക്ക് ജയിക്കാൻ വേണ്ടി ചേട്ടാ. ഇപ്പം ഞാൻ സാധാ ഒരു ആളാണ്, മേയറല്ല, കളക്ടറല്ല, IAS കാരനല്ല, ഒന്നുമല്ല. അപ്പോൾ എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അവർ പറയുന്നത് നാട്ടുകാർ കേൾക്കുകയുള്ളൂ. അവരൊരു ജനപ്രതിനിധിയല്ലേ, അപ്പോൾ അവർ പറയുന്നത് കേൾക്കാൻ ആളുള്ളൂ, ഞാൻ പറയുന്നത് കേൾക്കാൻ ആളില്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഇപ്പോൾ ജോലി കയറേണ്ടെന്ന് പറഞ്ഞാൽ. എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള ക്ലിയറാണ്, അവർക്ക് എല്ലാവർക്കും അറിയാം, ക്ലിയറാണ്. എന്നിട്ട് ജോലി കയറേണ്ടെന്ന് ഇപ്പോൾ രാവിലെ വിളിച്ച് പറഞ്ഞൊക്കെയാണ്. ഇന്ന് രാത്രി പോവേണ്ടതായിരുന്നു ഡ്യൂട്ടിക്ക് കയറാൻ. ഞാൻ ഷർട്ടൊക്കെ തേച്ച് വെച്ച് എല്ലാം റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് കയറണ്ടെന്ന് പറഞ്ഞു. അതെ, ജോലിയിൽ കയറണ്ട. ഞങ്ങളുടെ മേയറിനും കുടുംബത്തിനും സൈഡ് കൊടുക്കാതെ ആരും ഇവിടെ ജോലി ചെയ്ത് ജീവിക്കാന്ന് കരുതണ്ട കേട്ടാ. എന്നിട്ട് ആ സത്യം മുഴുവനും പറഞ്ഞ് പോലീസിൽ പരാതി കൊടുക്കാനും പോയിക്കണു. ആ പരാതിയിലൊന്നും ഇവിടെ ആരും കേസെടുക്കാൻ പോകില്ല മിസ്റ്റർ. ഇനി നിയമ നടപടി എന്ന് വെച്ചാൽ വക്കീലിൻ്റെ എല്ലാ ഫയലും ബാക്കിയുള്ള ഡീറ്റെയിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. വക്കീൽ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം കമ്മീഷനൊക്കെ DGPക്കും പിന്നെ മനുഷ്യാവകാശത്തിനും
അവർക്ക് പിന്നെ നമ്മളെ CMDക്കും നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിക്കും പരാതി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവരിൽ നിന്നും ഒരു റിപ്ലൈ ഇല്ലെങ്കിൽ മാത്രമാണ് കോടതി ഫയൽ ചെയ്യുന്നത്. മേയർ KSRTC ബസിന്റെ ട്രിപ്പ് മുടക്കിന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിവാദം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ബസ് തടഞ്ഞൊന്നുമില്ലല്ലോ അല്ലേ മേയറെ? വാഹനം തടഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ വാഹനത്തെ ചേസ് ചെയ്യുകയും വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് മുന്നിലെത്തി ബലാത്കാരമായി അതിനെ തടഞ്ഞു വെക്കുമ്പോഴാണ് അത് തടഞ്ഞതാകുന്നത്. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? ആ സാബല്യം കോംപ്ലക്സിന് മുന്നിലുള്ള സിഗ്നലിന്റെ അവിടെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. അവിടെ റെഡ് സിഗ്നൽ ആയിരുന്നു. നിങ്ങൾക്ക് CCTV പരിശോധിക്കാമല്ലോ, അവിടെയൊക്കെ CCTV ഉണ്ട്. ഞാൻ പോലീസിനോടും പറഞ്ഞു, സ്മാർട്ട് സിറ്റിയോടും പറഞ്ഞു, മുഴുവൻ CCTVകളും അതിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിനകത്തൊന്നും ഒരു സംശയമില്ല. ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഭാഗമായി കണ്ടുപിടിച്ചോളൂ. കറക്റ്റ് മേയർ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് ആ CCTV ദൃശ്യം കണ്ടാലും മനസ്സിലാവില്ലേ? KSRTC ബസിന്റെ കുറുകെ ചെറുതായി ഒന്ന് മാസ് സ്റ്റൈലിൽ കാറ് കൊണ്ടിട്ടു. സ്ലോ മോഷനിൽ ഇറങ്ങിച്ചെന്ന് ഡ്രൈവർക്ക് നേരെ ഡയലോഗ് അടിച്ചു. അവസാനം ഡ്രൈവറെ പിരിച്ചുവിടണം എന്ന് പറഞ്ഞ് തിരുവനന്തപുരം നഗരസഭയിൽ പ്രമേയവും പാസാക്കി. ഡ്രൈവർ എന്ത് തെറ്റാണ് ചെയ്തതെങ്കിലും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചാൽ അവിടെ നിയമം നടപ്പാക്കായിരുന്നു. അതിലൊരു ത്രില്ലില്ലെന്നേ. അതുകൊണ്ടാണ് അതിനൊന്നും മുതിരാതെ CCTV വിഷ്വലിൽ പോലും മായം കലർത്തി ഡയലോഗ് അടിച്ച ആര്യ രാജേന്ദ്രനാണ് യഥാർത്ഥ ഹീറോ. മേയറുണ്ട് സൂക്ഷിക്കുക. ഓവർടേക്കിംഗ് നിരോധിത മേഖല എന്നെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞില്ലേ കഥ എന്നുള്ള രീതിയിലായി ബാക്കി പ്രതിഷേധങ്ങൾ. മേയർ സത്യം പറഞ്ഞു, CCTV കള്ളം പറഞ്ഞു എന്നും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം പൂർണ്ണം. തെറ്റ് ചെയ്തത് ആരായാലും അവർക്കെതിരെ നടപടി വേണം. അവിടെ അധികാരധാർഷ്ട്യമല്ല വേണ്ടത്. തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ വിവേകത്തോടെ നിയമപരമായി നീങ്ങണം എന്നൊക്കെ നമ്മുടെ മേയർക്ക് പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ല ഇവിടെ. അവിടെ ഉള്ളൊരു BJP നേതാവ് പ്രകാശ് ജാവദേക്കർ ആയിട്ടുള്ള സീരിയസ് ചർച്ചയുടെ തിരക്കിലായിരിക്കും അല്ലേ? ഓക്കെ, ക്യാരി ഓൺ. എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.